എടാ ഏറ്റവും കൂടുതൽ കാണാപ്പാടമുള്ള ബോട്ടണിയിലെ ചാപ്റ്റർ. ഒരു പക്ഷേ 10ാം ക്ലാസ്സിലും 9ലും ഒക്കെ നമ്മളിതിൻ്റെ പല ഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സ്ട്രീം ലെവൽ ഓഫ് കാണാപ്പാടം എന്ന് ഞാൻ പറയാൻ പറ്റും പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഞാനിതിൽ പറഞ്ഞു തരുന്ന ഒന്നും തന്നെ മക്കൾ സ്കിപ്പ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകരുത്. ആദ്യം വരുന്നതാണ് ഗ്രോത്ത് റേറ്റ്. വാട്ട് ഈസ് ഗ്രോത്ത് റേറ്റ്? ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. എടാ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർ യൂണിറ്റ് ടൈം ഇടുന്നതല്ലേ റേറ്റ്. ദാറ്റ് ഈസ് ഗ്രോത്ത് റേറ്റ്, ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. 2 ടൈപ്പ് ഗ്രോത്താണ്, അരിത്തമെറ്റിക് ഗ്രോത്തും ഉണ്ട്, ജോമെട്രിക് ഗ്രോത്തും ഉണ്ട്. ശ്രദ്ധിക്കണേ, 2 ടൈപ്പ് ഗ്രോത്താണുള്ളത്, അരിത്തമെറ്റിക് ഗ്രോത്തും ഉണ്ട്, ജോമെട്രിക് ഗ്രോത്തും. ഈ അരിത്തമെറ്റിക് ഗ്രോത്ത് ഇക്വേഷൻ നോക്കിയേ, ഗ്രാഫ് ഒന്ന് നോക്കിയേ ഇങ്ങനെ കേട്ടോ, LT=L0+RT. ജോമെട്രിക്കിൻ്റെ ഈ ഗ്രാഫ് നോക്കിയാണ്ട് ഒരു എസ് പോലെ 3 സ്റ്റേജാണ്. മേലത്തെ സ്റ്റേജിന് സ്റ്റേഷനറി, നടുവിലുള്ള സ്പീഡിലുള്ള ലോഗ്, അതിന് വേറൊരു പേരും കൂടി ഉണ്ട് എക്സ്പോണൻഷ്യൽ. ഈ താഴെ ഈ ഒരു സ്റ്റേജ് ഉണ്ട്, ഈ ഒരു ഇങ്ങനെ പോണ ലാഗ് അടിക്കുക. അതിൻ്റെ ഇക്വേഷൻ നോക്കിയാടാ മക്കളെ. ഇത്രയാണ് കാണാതെ പഠിച്ചു വെക്കേണ്ടത്. ബേസിക്കലി ഇത്രയാണ് കാണാതെ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇതിനൊരു ചെറിയൊരു സംഭവം ഉണ്ട്. ഇവിടെ നോക്കിയേ, അരിത്തമെറ്റിക്കാണ് പറയണേ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുണ്ടായി. നല്ല ശ്രദ്ധിച്ചോ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുണ്ടായി, അതിൽ ഒരു സെല്ല് മെച്ചുറായി. ഇതിഞ്ഞ് ഡിവൈഡ് ചെയ്യൂല. ഈ സെല്ലോ വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 സെല്ലുണ്ടായി, അതിലും ഒരു സെല്ല് മെച്ചുറായി. മറ്റേ സെല്ല് മാത്രം വീണ്ടും ഡിവൈഡ് ചെയ്തു ഇല്ലേ? അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തു, 2 സെല്ലുണ്ടായി, അതിൽ ഒരു സെല്ല് ഇനി ഡിവൈഡ് ചെയ്യൂല, മെച്ചുറായി. മറ്റേ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുണ്ടായി, അതിലും ഒരു സെല്ല് ഇനി ഡിവൈഡ് ചെയ്തില്ല, മറ്റേ സെല്ല് ഡിവൈഡ് ചെയ്യുള്ളൂ. കിട്ടിയോ? എന്നാൽ ജോമെട്രിക്ക് നോക്കിയേ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുണ്ടായി, ആ 2 ഡിവൈഡ് ചെയ്തിട്ട് 4 സെല്ലുണ്ടായി, 4 ഡിവൈഡ് ചെയ്തിട്ട് 8 ഉണ്ടായി. എടാ ഒന്നുമില്ല, ഒരു സെല്ല് ജോമെട്രിക്കാണ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി, 2 4ആയി, 4 8ആയി, 8 16 32 64 128 256 അങ്ങനെ 512 അങ്ങനെ ഫുൾ ഇരട്ടിയാവുക. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്നുണ്ടാവുക? ജോമെട്രിക്. ഇതൊരു സ്റ്റേഷനറി ഗ്രോത്ത് ആണ് അല്ലേ? കണ്ടോ, അങ്ങനെ ഒരു നേരെ ഒരു പോക്കാണ് കണ്ടോ. ഇത് വമ്പപ്പും എന്നൊരു വമ്പ പോക്കും. ഓക്കെ, എന്നിട്ട് അവിടെ നിൽക്കും വെറുതെ. മക്കളെ ഒന്ന് പഠിച്ചെടുത്തറ ഗ്രോത്ത് റേറ്റ്. നെക്സ്റ്റ്, ഒരു ചെടി വളരാനുള്ള കണ്ടീഷൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഒരു തവണ. മക്കൾ പലരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് ചോദിച്ചു, സാറേ ഒന്നും കിട്ടിയതെന്നൊക്കെ പറയാം. നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കുക, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധനം വളരണമെങ്കിൽ എന്തൊക്കെ വേണം? വാട്ടർ, ടെമ്പറേച്ചർ, ഓക്സിജൻ, ലൈറ്റ്, ന്യൂട്രിയൻസ്, ഗ്രാവിറ്റി ഓൾസോ. ഗ്രാവിറ്റി നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ഒരു 3-4 നിങ്ങൾക്ക് അറിയണല്ലേ. ഒരു ചെടിക്ക് വളരാൻ എന്തൊക്കെ വേണം? വെരി ബേസിക് ക്വസ്റ്റ്യൻസ്. ഇനി മക്കളെ പരീക്ഷകൾക്ക് ഒരുപാട് തവണ വന്ന് കണ്ടിട്ടുള്ള 3 സാധനങ്ങളാണ് ഈ ടോപ്പിക്. ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. സാറ് പറയുന്നത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ കൺസെപ്റ്റ് സിമ്പിളായിട്ട് കിട്ടും. ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. ശ്രദ്ധിച്ചു. ഡിഫറൻസിയേഷൻ, ഒരു സെല്ലിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടൊക്കെ പോയിരുന്നു, പെട്ടെന്ന് അതിൻ്റെ ഡിവിഷൻ നിർത്തി, മെച്ചുറായി, ഫങ്ഷൻസ് ചെയ്യാൻ തുടങ്ങി. പറ, ഡിവിഷനൊക്കെ നിർത്തി മെച്ചുറായി ഫങ്ഷൻസ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ, ആ സെല്ല് ഒന്നും കൂടി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഡിവിഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഫങ്ഷനൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് കോൾഡ് ഡീഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയ ആളില്ലേ, അവൻ വീണ്ടും പഴയതുപോലെ തന്നെ ഡിവിഷനൊക്കെ നിർത്തി വെച്ച് മെച്ചുറായി ഓൻ്റെ ഫങ്ഷൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് കോൾഡ് റീഡിഫറൻസിയേഷൻ. നോക്ക്, നല്ലോണം ശ്രദ്ധിച്ചു. പറ, ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ, സെൽ ബിക്കം മെച്ചുവർ ആൻഡ് ലോസ് ദെയർ കപ്പാസിറ്റി ടു ഡിവൈഡ്. ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ നിർത്തി മെച്ചുറായി. ഡീഡിഫറൻസിയേഷൻ നോക്കിയേ, റീഗെയിൻ ദെയർ കപ്പാസിറ്റി ടു ഡിവൈഡ്. ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് തിരിച്ചെടുത്തു, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. റീഡിഫറൻസിയേഷനോ വീണ്ടും വൺസ് അഗെയിൻ ലോസ് ദെയർ കപ്പാസിറ്റി ടു ഡിവൈഡ് ആൻഡ് മെച്ചുവർ. ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ പോയി, നഷ്ടപ്പെട്ടു, നിർത്തിവെച്ചു, മെച്ചുറായി, വീണ്ടും മെച്ചുറായി. സെറ്റ്. ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഓക്കെ, ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. നെക്സ്റ്റ് എടാ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം, പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി മറന്ന് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്ലാസ്റ്റിസിറ്റി, ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചർ ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റ്. അതായത് രമണ ശ്രദ്ധിച്ചു, എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് സ്ട്രക്ചറിൽ മാറ്റം വരും. ഉദാഹരണത്തിന് ഞാൻ അമേരിക്കയിൽ വളർന്നത് കൊണ്ടായിരിക്കാം ഞാൻ നല്ല വെളുത്തിരിക്കുന്നത്. യു നോ ദാറ്റ്. ഞാൻ വല്ല കേരളത്തിലോ വല്ല ആഫ്രിക്കയിലോ ഒക്കെ ആയിരുന്നു വളർന്നിരുന്നെങ്കിൽ ഓക്കെ
മനസ്സിലായോ? അതേപോലെ ഞാൻ ഒരു ഇതിന് പറഞ്ഞാണ്, വെള്ളത്തിലൊരു ലീഫ് വെള്ളത്തിൻ്റെ ഒരു ഭാഗത്ത് വളരുന്നതും എന്നാൽ അതേ ലീഫിന് കരയിൽ വളരാൻ പറ്റുമെങ്കിലും അതിന് രണ്ടിനും ഡിഫറെൻറ്റ് സ്ട്രക്ചറായിരിക്കും. കാരണം എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് സ്ട്രക്ചറിൽ മാറ്റം വരും. വെള്ളത്തിലാണെങ്കിൽ വേറെ ഷേപ്പ്, കരയിലാണെങ്കിൽ വേറെ ഷേപ്പ്. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റ്. ചുറ്റുപാട് മാറുന്നതിനനുസരിച്ചിട്ട് സ്ട്രക്ചർ മാറും. എടാ എക്സാമ്പിൾ, ഇത് നമ്മളെ ജീവിതമായിട്ട് നല്ല ടച്ചാ. എക്സാമ്പിൾ കോട്ടൺ, ബട്ടർ കപ്പ്, ലാർക്ക് സ്പർ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ഏരിയ, ഇത് പഠിക്കാതെ ഈ തവണ ഫൈനൽ എക്സാമിന് ഒരു കുട്ടി പോലും പോകരുത്, ഇനി വരുന്ന ഏരിയ. കാരണം നമുക്ക് ഈ ഏരിയയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഇല്ലാണ്ടില്ല പരീക്ഷ, അതും 3 മാർക്ക്. എടാ ഇത്രയും സാറിനെ സഹിച്ചിരുന്നതല്ലേ, ഇതും കൂടെ ഒന്ന് പഠിച്ചു ഒരു 10-5 മിനിറ്റ്. എടാ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്രൊമോട്ടർ ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു മോട്ടിറ്റല്ലേ ഫ്രണ്ട്സ്, അതേപോലെ പ്രൊമോട്ട് ചെയ്യും. എന്നാൽ ചില നായ്ക്കളില്ലേ എന്നെക്കൊണ്ട് പറ്റൂലടാ, ഇൻഹിബിറ്റർ, ഇതൊന്നിനും കൊള്ളൂല പറഞ്ഞ അമ്മയുടെ ടൈപ്പാണ് ഇൻഹിബിറ്റേഴ്സ്. ഇതിന് രണ്ടിനെ കുറിച്ച് പ്ലാന്റിലുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ, നമ്മളെ അമ്മയിൽ മാത്രമൊന്നുമല്ല പ്ലാന്റ്സിലും ഉണ്ട്. പ്രൊമോട്ടേഴ്സ് ആരൊക്കെ? ഓക്സിൻ, ജിബ്രലിൻ, സൈറ്റോകൈൻ, എത്തിലിൻ. ഇൻഹിബിറ്റർ ആരൊക്കെ? എത്തിലിൻ, ആപ്സിക് ആസിഡ്. എന്താ സാറേ മറ്റുള്ള വർത്താനം? എത്തിലിൻ 2 ഉണ്ടേ. എത്തിലിൻ ആക്ടസ് പ്രൊമോട്ടർ, എത്തിലിൻ ആക്ടസ് ഇൻഹിബിറ്റർ, കൂടുതലും ഇൻഹിബിറ്റർ. അങ്ങനെ ചില അമ്മൈസില്ലേ എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയും ചെയ്യും, അവിടെ പിന്നെ ഒന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല. അമ്മയിൽ ഹറാം പറപ്പാണ്. എത്തിലിൻ നോക്കി വെച്ചോ 2 എടാ ഇനി നമ്മൾ സാറ് ഒരുപാട് തവണ പറഞ്ഞാണ് മക്കളെ, നമ്മുടെ +2 നമുക്കൊന്ന് ഭംഗിയാക്കണം കേട്ടോ. ഓൺലൈനിൽ എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്തോ, കുറഞ്ഞ സീറ്റേ ഉള്ളൂ എന്നാണ് സെയിം സാർ പറഞ്ഞിട്ടുള്ളത്. എടാ ശ്രദ്ധിക്കാം, ഇനിയുള്ള ഒരു 5 ടോപ്പിക് അത് പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് സേഫാണ്. A+ ഉള്ള കുട്ടിക്ക് ഫുൾ മാർക്കിലേക്ക് എത്താം, 27 ഉള്ളത് 30ലേക്ക് എത്താം. ഓക്സിൻ ഐസൊലേറ്റഡ് ബൈ FW വെൻറ്റ്. FW വെൻ്റാണ് ഓക്സിൻ ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഹെൽപ്പ് ചെയ്തതാണ് ചാൾസ് ഡാർവിൻ, ഫ്രാൻസിസ് ഡാർവിൻ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അവർ ഓട്സിൻ്റെ സീഡ്ലിംഗ് എന്നൊക്കെ അതിൻ്റെ ഒരു ചിത്രം ടെക്സ്റ്റൊക്കെ എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മറിച്ച് നോക്കാം. ഓട്സ് സീഡ്ലിംഗ് എന്നൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഓക്സിൻ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറലും ഉണ്ട് സിന്തറ്റിക്. നാച്ചുറലാണ് IAA, IBA, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇൻഡോൾ 3 ബ്യൂട്ടൈറിക് ആസിഡ് ഒക്കെയാണ്, വേണമെന്നില്ല പേര് മാത്രം പഠിക്കുക. സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയാണ് NAA2,4-D, നാഫ്തലിൻ അസറ്റിക് ആസിഡ് ഒക്കെയാണ് കേട്ടോ. NAA2,4-D, ആ 2 പേരുകൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്സിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കിയേ. ഫ്ലവറിങ് ഓൺ പൈനാപ്പിൾ, പൈനാപ്പിളിൽ പൂവിടാൻ, പുഷ്പിക്കാൻ. പിന്നെ പ്രൊമോട്ട് അപ്പിക്കൽ ഡോമിനൻസ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതായത് ഒരു ചെടി കുത്തനെ മേലോട്ട് മാത്രം വളരാൻ സഹായിക്കുക. അപ്പിക്കൽ ഡോമിനൻസ്, മേലോട്ട് ഇങ്ങനെ ബ്രാഞ്ച് ഒന്നും ഉണ്ടാവാൻ സമ്മതിക്കില്ല, ബ്രാഞ്ച് ഉണ്ടാവില്ല, നേരെ മേലോട്ട് തെങ്ങ് വളരുന്ന പോലെ. അപ്പോൾ നമ്മൾ ഈ ടീ പ്ലാന്റേഷൻ ഇല്ലേ, വയനാടൊക്കെ പോകുമ്പോൾ നമ്മൾ കാണലടാ ടീ പ്ലാന്റേഷൻ, അതിലൊക്കെ അവർ മേലെന്ന് ഇങ്ങനെ ഇത് പറിച്ചിടും, മേൽഭാഗം. അതെന്തിനാ വെച്ചാൽ കുത്തനെ വളരാതെ ഇരിക്കാൻ, വളർന്നാൽ പിന്നെ അവർക്ക് ഇലകൾ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഈ മേൽഭാഗമാണ് ഒഴിവാക്കുക. അപ്പോൾ നോക്ക്, ഓക്സിൻ ഉള്ളതുകൊണ്ട് പ്രൊമോട്ട് അപ്പിക്കൽ ഡോമിനൻസ്, അപ്പോൾ കുത്തനെ വളരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ മേൽഭാഗം ഒടിച്ചു കൊടുക്കും. ഡീക്യാപിറ്റേഷൻ, മേൽഭാഗം ഒടിച്ചു കൊടുക്കുക നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഡീക്യാപിറ്റേഷൻ, മോൾഭാഗം ഒടിച്ചു കൊടുക്കുക. ടു റിമൂവ് അപ്പിക്കൽ ഡോമിനൻസ്, ഈ ഓക്സിൻ്റെ അപ്പിക്കൽ ഡോമിനൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മേൽഭാഗം ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടീ പ്ലാന്റേഷനിലൊക്കെ അവർ എല്ലാം നുള്ളിയിടുമ്പോൾ ആ മേൽഭാഗത്ത് നിന്നാണ് നുള്ളിയിടുക അല്ലേ, അല്ല അടിയിൽ നിന്ന് മുട്ടുന്ന ഇങ്ങനെ നുള്ളല്ല ചെയ്യുക, മേലിലുള്ള ഇലയാണ് നുള്ളുക കേട്ടോ. എടാ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, നമ്മൾ നേരത്തെ പറഞ്ഞാണ് പാർത്തനോകാർപ്പി. എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, പാർത്തനോകാർപ്പി അല്ലേ. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി യൂസ് ആസ് ഹെർബിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. എക്സാമ്പിൾ 2,4-D. എടാ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, ഹെർബ്സിനൊക്കെ കൊല്ലാൻ സഹായിക്കും. ഹെർബ്സിനെ കൊല്ലുക, ഹെർബിസൈഡ്സ് ആയിട്ട് ഓക്സിൻ യൂസ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് 2,4-D. മക്കളെ ജിബ്രലിൻസിലേക്ക് ഒന്ന് പോയാൽ ഐഡൻറ്റിഫൈ ചെയ്തത് കുറോസോവ. ഇതൊരു ബക്കെയിൻ ഡിസീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബക്കെയിൻ എന്ന് പറഞ്ഞൊരു ഡിസീസൊക്കെ നോട്ട് ചെയ്യണേ. ഓക്കെ, ജിബ്രലിൻസ് കണ്ടുപിടിച്ചത് കുറോസോവ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ മക്കളെ, ഫസ്റ്റ് ജിബ്രലിൻസ് കണ്ടുപിടിച്ചത് ജിബ്രലിക് ആസിഡ് 3 ആണ് കേട്ടോ. ഫസ്റ്റ് 3 ആണ് കണ്ടുപിടിച്ചത്. ഫങ്ഷൻസ് ശ്രദ്ധിച്ചോ, ഇൻക്രീസ് എന്നാണ് വായിക്കുക. ഇൻക്രീസ് ലെങ്ത് ഓഫ് ഗ്രേപ്പിൻ്റെ സ്റ്റാൾക്ക്, മുന്തിരിയുടെ തണ്ടിലടാ, അതിൻ്റെ തണ്ടിൻ്റെ നീളം കൂട്ടാൻ സഹായിക്കും. ഇൻക്രീസ് ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റാൾക്ക്. ഇംപ്രൂവ് ഷേപ്പ് ഓഫ് ആപ്പിൾ ഒരു ഷേപ്പ് ഉണ്ടല്ലോടാ, അത് കിട്ടാൻ സഹായിക്കും. ഡിലേ സെനിസൻസ് മീൻസ് വയസ്സാവുന്നത് ഡിലേ ആവുക. അങ്ങനെ പറഞ്ഞാൽ എത്ര പ്രായം കഴിഞ്ഞാലും വയസ്സാവില്ല. സെനിസൻസ് പറഞ്ഞാൽ വയസ്സാവുക, ഡിലേ സെനിസൻസ് പറഞ്ഞാൽ വയസ്സാവണത് ഡിലേ ആവുക. സിമ്പിൾ. മമ്മൂക്ക വയസ്സാവില്ല, എത്ര മൂപ്പരാൾ ഫുൾ ടൈം ജിബ്രലിക് ആസിഡ് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്.
ഡിലേ സെൻസസ് ഡിലേ 74 ഇടും കിടിലം ഫോട്ടോ. എടാ പ്രൊമോട്ട് ബോൾട്ടിങ് ഇൻ ക്യാബേജ്. ബോൾട്ടിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ കൺസെപ്റ്റിക്ക് പോകണ്ട, ജസ്റ്റ് വാക്ക് പഠിക്കുക. ബോൾട്ടിങ്ങിന് സഹായിക്കും ക്യാബേജിൽ കേട്ടോ. അതേപോലെ തന്നെ മാൾട്ടിങ്ങിനും സഹായിക്കും. ആ രണ്ട് പേര് ഏകദേശം ഒരേപോലെ, പക്ഷേ സംഭവം എൻറ്റയർലി ഡിഫറൻസ് ആണ് കേട്ടോ. പ്രൊമോട്ട് ബോൾട്ടിങ് അതേപോലെ തന്നെ മാൾട്ടിങ്, രണ്ട് വാക്കും പഠിച്ചു വെച്ചോ. ജിബ്രലിൻസിലാണ് ഈ 5 പോയിന്റ്. ജിബ്രലിൻസ് പഠിക്കണം, നിർബന്ധമാണ്. നെക്സ്റ്റ് സൈറ്റോകൈൻസ്. എടാ സൈറ്റോകൈൻ കണ്ടുപിടിക്കാൻ സാധിച്ച 2 ആൾക്കാരാണ് സ്കൂഗും മില്ലറും. സ്കൂഗ് ആൻഡ് മില്ലർ മാച്ച് ദ ഫോളോയിങ്ങിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിളാണ് കൈനറ്റിൻ. കൈനറ്റിൻ എവിടെ നിന്ന് കിട്ടിയെച്ചാൽ ഹെറിങ് സ്പേം DNA, മത്തിയില്ലേ മത്തിയുടെ സ്പേമിൻ്റെ DNA എന്നാണ്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് സിയാറ്റിൻ. ഒന്ന് കൈനറ്റിൻ, സൈറ്റോകൈൻ എക്സാമ്പിളാണ് കൈനറ്റിനും സിയാറ്റിൻ. സിയാറ്റിൻ എവിടെ നിന്നാണ് കിട്ടിയെച്ചാൽ തേങ്ങാപ്പാൽ. അതേപോലെ തന്നെ കോൺ കേണൽസും ഉണ്ട് കേട്ടോ. കോക്കനട്ട് മിൽക്കും കോൺ കേണൽസ്. അതിൻ്റെ ജസ്റ്റ് പോയിന്റ്സ്: പ്രൊഡ്യൂസ് ന്യൂ ലീഫ്, പ്രൊഡ്യൂസ് ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ, ലീഫൊക്കെ ഉണ്ടാക്കാൻ. ഓവർകം, ഈ പോയിന്റ് അടിപൊളിയാണ്. ഓവർകം അപ്പിക്കൽ ഡോമിനൻസ്. അപ്പിക്കൽ ഡോമിനൻസ് ആരായിരുന്നോ? ഓക്സിൻ. അതിന് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡിലേ സെനിസൻസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് മക്കളെ എത്തിലിൻ സിമ്പിൾ. ഇതൊരു ഗ്യാസ് ആണ് എത്തിലിൻ. ഐസൊലേറ്റ് ചെയ്ത് HH കസിൻസ് എന്ന് പറയുന്ന ആളുകളാണ്. ഓറഞ്ചിൻ്റെ നീരെന്നൊക്കെയാണ് എടാ. പക്ഷേ ഇത് നമ്മൾ കടയിൽ നമുക്ക് ഗ്യാസ് ആയിട്ടല്ല കിട്ടുക, നമുക്ക് ലിക്വിഡ് ആയിട്ടാണ് കിട്ടുക. ആ ലിക്വിഡിന് എക്സാമ്പിളാണ് എത്തിഫോൺ. എത്തിലിൻ്റെ ഒരു എക്സാമ്പിളാണ് എത്തിഫോൺ. ബട്ട് ഇറ്റ് ഈസ് എ ലിക്വിഡ് ഫോം. ഇതിന് ഫങ്ഷൻസ് ഒന്ന് പഠിച്ചേ. പ്രൊമോട്ട് സെനിസെൻസ്, അതായത് വയസ്സാവണം, പ്രൊമോട്ട് ചെയ്യും. പെട്ടെന്ന് വയസ്സാവും നമ്മളൊക്കെ അവസ്ഥയാണ് അല്ലേ. പെട്ടെന്ന് പ്രായം തോന്നിക്കും, കണ്ടാൽ തന്നെ പെട്ടെന്ന് പ്രായം തോന്നിക്കും. ആൻഡ് ആബ്സിഷൻ, കൊഴിഞ്ഞു പോക്ക്. ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, ഫ്രൂട്ടൊക്കെ കൊഴിഞ്ഞു പോവുക. എത്തിലിൻ. ഇൻഡ്യൂസ് ഫ്രൂട്ട് റൈപ്പനിങ്. എന്താണ് റൈപ്പനിങ്? പഴുക്കുക. ഫ്രൂട്ട് പെട്ടെന്ന് പഴുക്കാൻ സഹായിക്കും. ഈ പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. 100% ഈ ക്വസ്റ്റ്യൻ വരും, ഈ എത്തിലും വരികയാണെങ്കിൽ ഇത് വരും. ഇൻക്രീസ് എന്നാണ് വായിക്കുക. ആരോ മാർക്ക് ഇൻക്രീസ് ആണ്. ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ് ഡ്യൂറിങ് ഫ്രൂട്ട് റൈപ്പനിങ് കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോ, റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. പരീക്ഷയ്ക്ക് വരും, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. പരീക്ഷയ്ക്ക് വരും. വാട്ട് ഈസ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്? റെസ്പിറേഷൻ ചാപ്റ്ററിലേക്ക് ഒന്ന് ഓടണ്ട, നോക്കൂ. ഒരു ഫ്രൂട്ട് പഴുക്കുമ്പോൾ, ഫ്രൂട്ടായി വരുമ്പോൾ, ഫ്രൂട്ട് റൈപ്പനിങ്ങിൻ്റെ സമയത്ത് ആ ചെടിയിലെ റെസ്പിറേഷൻ്റെ അളവ് കൂടും. ബ്രീത്തിങ് ഇല്ലേ, നമ്മൾ ഈ ബ്രീത്തിങ് അല്ല കേട്ടോ, ഉള്ളിലുള്ള സെല്ലിലുള്ള ബ്രീത്തിങ് ആണ് റെസ്പിറേഷൻ. ബ്രീത്തിങ് അല്ല, റെസ്പിറേഷനാണ്, നമ്മൾ പഠിച്ചാണ്. റെസ്പിറേഷൻ കൂടും എപ്പോൾ? ഫ്രൂട്ട് പഴുക്കുമ്പോൾ റെസ്പിറേഷൻ കൂടും. സോ കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഇതാ നോക്ക്, അതിന് സഹായിക്കുന്ന എത്തിലിനാണ്. ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ് ഡ്യൂറിങ് ഫ്രൂട്ട് റൈപ്പനിങ് കോൾഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. നെക്സ്റ്റ് ബ്രേക്ക് സീഡ് ആൻഡ് ബഡിൻ്റെ ഡോർമൻസി പറഞ്ഞ പരിപാടി ഉണ്ട് അല്ലേ. ഡോർമൻസി അത് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. ഡോർമൻസി ഉണ്ടാക്കാനല്ല, ബ്രേക്ക് ചെയ്യാൻ കേട്ടോ. ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. എടാ ലാസ്റ്റ് നമ്മളുടെ ടോട്ടൽ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് മക്കളെ ആബ്സസിക് ആസിഡ്. ഇതുകൂടെ പഠിച്ചാൽ സെറ്റ്. അതിൽ ആദ്യം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് ആൻറ്റഗോണിസ്റ്റ് ടു GA ജിബ്രലിക് ആസിഡ് ആണ്. ജിബ്രലിൻസ് അതിൻ്റെ എതിരാണ്, ആൻറ്റഗോണിസ്റ്റ് ആണ്. അവൻ എന്ത് ചെയ്യണോ അതിൻ്റെ എതിരാണ് അവൻ ചെയ്യുക. ഇവൻ എന്തൊക്കെ ചെയ്യുക? ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ. സീഡ് ഉണ്ടാവാതിരിക്കാൻ നോക്കും, ഇൻഹിബിറ്റ് ചെയ്യും. സീഡ് മണ്ണിലിട്ട് വെള്ളമൊഴിച്ച് മുളയ്ക്കാതിരിക്കാൻ. ആബ്സിഷൻ ഓഫ് ലീഫ്, ഫ്ലവർ, ഫ്രൂട്ടൊക്കെ വേഗം കൊഴിഞ്ഞു പോകാൻ സഹായിക്കും. സ്ട്രെസ്, പക്ഷേ ഇവൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ ആബ്സിക് ആസിഡ് ഈസ് കോൾഡ് ആസ് സ്ട്രെസ് ഹോർമോൺ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ് ടു ക്ലോസ് സ്റ്റൊമാറ്റ ഡ്യൂറിങ് സ്ട്രെസ് കണ്ടീഷൻ. വെള്ളം കിട്ടാത്ത സാഹചര്യം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻ, ഈ കണ്ടീഷനിലൊക്കെ സ്റ്റൊമാറ്റനെ വേഗം ക്ലോസ് ചെയ്യും. എന്നിട്ട് ആ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ സഹായിക്കും. ഒന്നും കൂടി, വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് സ്റ്റൊമാറ്റനോട് വേഗം ക്ലോസ് ചെയ്യാൻ പറയും. അപ്പോൾ പിന്നെ വെള്ളം അധികം പുറത്തേക്ക് പോകില്ല, ആവിയായി പോകില്ല, ട്രാൻസ്പിറേഷൻ നടക്കില്ല. അപ്പോൾ ആ വെള്ളമില്ലാത്ത കണ്ടീഷൻ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ ആബ്സിസിക് ആസിഡാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഹി ഈസ് കോൾഡ് സ്ട്രെസ് ഹോർമോൺ, ഹെൽപ്സ് ടു ക്ലോസ് സ്റ്റൊമാറ്റ ഡ്യൂറിങ് സ്ട്രെസ് കണ്ടീഷൻ. സെറ്റല്ലേ മക്കളെ? ഇങ്ങനെ പഠിച്ചു പോയിക്കോ. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സെറ്റാക്കി വെക്കുക. ഓൾ ദ ബെസ്റ്റ്.